അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എത്രയേ ഉള്ളൂ. വീട് കിഴക്കോട്ട് ഫേസ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് അത് വീടിന്റെ മധ്യസൂത്രം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലൈൻ വരും. ആ സെൻട്രൽ ലൈനിൽ നമുക്ക് ഒരു ഒഴിവുണ്ടാവണം. ആ സെൻട്രൽ ലൈൻ പാസ് ചെയ്യുന്ന പോകുന്ന സ്ഥലത്ത് ബാത്റൂം വരാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന്റെ മദ്യം നമ്മൾ ടേപ്പ് പിടിച്ച് അളന്ന് നോക്കാം. അതിന്റെ കറക്റ്റ് മദ്യം വരുന്ന ലൈൻ പിന്നെ ഒഴിവ് വരണം. നമസ്കാരം. അർജുൻ അസോസിയേറ്റ്സിൻ്റെ വാസ്തുഭവനം എന്ന ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ACVയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. വീടുകളുടെ സ്വീകരണ മുറി മുതൽ ബാക്കിയുള്ള ഭാഗങ്ങൾ എങ്ങനെ നമ്മൾ ക്രമീകരിക്കണം, വാസ്തുശാസ്ത്രപരമായിട്ട് എങ്ങനെ ക്രമീകരിക്കാം, പഠനമുറി, അങ്ങനെയുള്ള ഓരോ മുറികളെക്കുറിച്ചും നമ്മളെല്ലാ ആഴ്ചയിലും അദ്ദേഹം നമ്മുടെ എക്സ്പെരിമെൻ്റ് സംസാരിക്കുന്നതാണ്. അദ്ദേഹത്തെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാർ നമസ്കാരം. സാർ നമുക്കൊരു കോളർ ആയി തിരിച്ചു വരാം. ഹലോ. ഹലോ. സാർ പേരും സ്ഥലം ഒന്ന് പറയാമോ? പേര് കോട്ടയം, ബിനു. പേര് ബിനു, കോട്ടയം. ഓക്കെ, പറയുള്ളൂ, ചോദിച്ചോളൂ. ഓക്കെ, ചോദിച്ചോളൂ സാർ. സാറേ, ഈ കിഴക്ക് പടിഞ്ഞാറ് സെൻട്രൽ ലൈന് നമ്മുടെ വീടിന്റെ ദർശനം കിഴക്കോട്ടാണ്. കിഴക്ക് പടിഞ്ഞാറ് സെൻട്രൽ ലൈൻ ബാത്റൂം വരുന്നോണ്ട് പോലെ കിഴക്ക് അല്ല, കിഴക്ക് പടിഞ്ഞാറ് അതിനകത്ത് ഇത്രയും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എത്രയേ ഉള്ളൂ. വീട് കിഴക്കോട്ട് ഫേസ് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് അത് വീടിന്റെ മധ്യസൂത്രം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലൈൻ വരും. ആ സെൻട്രൽ ലൈനിൽ നമുക്ക് ഒരു ഒഴിവുണ്ടാവണം. ആ സെൻട്രൽ ലൈൻ പാസ് ചെയ്യുന്ന പോകുന്ന സ്ഥലത്ത് ബാത്റൂം വരാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അത്രേ ഉള്ളൂ. അപ്പൊ അത് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി. കാരണം അതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ. ഇപ്പോൾ ഒരു 10 മീറ്ററോ 12 മീറ്ററോ വീതിയുള്ളവരാണെങ്കിൽ അതിൽ 5 6 മീറ്ററിന്റെ ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈൻ കടന്നു പോകുന്ന സ്ഥലത്ത് ബാത്റൂം വരാതെ പണിയണം. അപ്പൊ പ്ലാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അത് നമ്മൾ ചെയ്തു പോയായിരുന്നു. അത് സാധാരണ അത് വരാൻ പാടില്ല എന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെ ബാത്റൂം വീട്ടിന്റെ മധ്യത്ത് കൂടി കടന്നു പോകാൻ പാടില്ല. അത് ദോഷമായിട്ട് സംഭവിക്കാൻ നമുക്ക് അതെങ്ങനെയൊക്കെ നമുക്ക് എഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് അനുഭവത്തിൽ കൂടെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ശാസ്ത്രവിധി പ്രകാരം സൂത്ര മധ്യത്തിൽ ബാത്റൂം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. സാർ, സോറി, അദ്ദേഹത്തിന്റെ കോള് കട്ടായി പോയി. സാർ, അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി തന്നെ നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്യാം. അതേ പറഞ്ഞത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ വീടിന്റെ വടക്ക് കിഴക്കോട്ടാണ് ദർശനം. ബിനു സാർ, നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യം പോയി. കിഴക്കോട്ടാണ് ദർശനം. അപ്പൊ കിഴക്കോട്ട് എടുക്കുമ്പോൾ വീട്ടിന്റെ കറക്റ്റായിട്ട് ഒരു മദ്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ മദ്യം നമ്മൾ ടേപ്പ് പിടിച്ച് അളന്ന് നോക്കാം. അതിന്റെ കറക്റ്റ് മദ്യം വരുന്ന ലൈൻ പിന്നെ ഒഴിവ് വരണം. അത് അടയാൻ പാടില്ല. അപ്പൊ ഒന്നുകിൽ അവിടെ ഒരു ഡോർ കൊടുക്കുക, പിന്നെ മറുവശത്ത് ഒരു വിൻഡോ കൊടുക്കുക. ഇതിന്റെ ഈ വരുന്ന ലൈനിൽ ബാത്റൂം വരാൻ പാടില്ല. ഓ, ശരി. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. നമുക്കൊരു സാർ ചെറിയ ഇടവേളയുടെ ആവശ്യം വന്നിരിക്കുന്നു. ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരാം. പ്ലീസ് സ്റ്റേ വിത്ത് us. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. വെൽക്കം ബാക്ക് ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അർജുൻ അസോസിയേറ്റ്സ് ആണ്. കേരളത്തിലെ മികച്ച ഒരു വാസ്തു ബിൽഡറാണ്. അതോടൊപ്പം തന്നെ സരസ്വതി എൻ്റർപ്രൈസസ്, ചെറ സ്റ്റൈൽ ഗാലറി, APN ടീക്ക് ലൈഫ് സ്റ്റൈൽ, തിരുവനന്തപുരത്ത് ഏറ്റവും പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന തേക്ക് തടികൾ കൊണ്ട് മാത്രം ഉള്ള ഫർണിച്ചർ അവിടെ അവൈലബിൾ ആണ്. നമുക്കൊരു ചെറിയ കോളുണ്ട്. ഹലോ. 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 പറഞ്ഞോളൂ മാഡം. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹരിപ്പാട്. പേരൊന്ന് പറയാമോ? രജനി. ചോദിച്ചോളൂ, എന്താണ് അറിയേണ്ടത്? ചോദിച്ചോളൂ. സാറേ, ഞങ്ങൾ പുതിയ വീടുകൾ വെച്ചോണ്ടിരിക്കുകയാണ്. അതിലാണ് താമസിച്ചോണ്ടിരിക്കുന്നത്. അപ്പം ഈ വീടിന്റെ ദർശനം ഇപ്പൊ പുതിയത് വെച്ചോണ്ടിരിക്കുന്ന വീടിന്റെ ദർശനം കിഴക്കോട്ടാണ്. അപ്പൊ പഴയതായിട്ടൊരു ബാത്റൂം കിഴക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ബാത്റൂം ഞങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റുമോ? ഈ വസ്തുവിന്റെ കിഴക്ക് വടക്കേ മൂലയ്ക്കായിട്ടാ. കിഴക്ക് വടക്കേ മൂലയ്ക്ക് അല്ല. ഇതിനകത്ത് നമ്മൾ പുതിയ വീട് പണിയുമ്പോൾ ഈ ബാത്റൂം അത് എങ്ങനെയാ വരുന്നത് വ്യക്തമായില്ല എനിക്ക്. നമ്മൾ പുതിയ വീട്ടിന്റെ പുറത്താണോ, വീടിന്റെ പുറത്തായിട്ടാണ് ഈ ബാത്റൂം വരുന്നത്? അത് അപ്പോ നമ്മുടെ വീടുമായിട്ട് എത്ര അകലം ഉണ്ടാവും? വീടുമായിട്ട് ഒരു 2-3-4 മീറ്റർ അകലെയുണ്ട്. അത് പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. അത് വേറെ പൊളിച്ചു കളയേണ്ട കാര്യമല്ല. പിന്നെ ഒരു കാര്യം കൂടെ നോക്കിയാൽ കൊള്ളാം. സാറേ, ഈ വസ്തു ഒരു ചതുരം പോലെ നീളത്തിൽ ഇങ്ങനെയുള്ള വസ്തുവാണ്. അപ്പൊ അതിന്റെ കിഴക്കേ അറ്റത്താണ്, കിഴക്കേ അറ്റത്ത് വടക്കേ മൂലയ്ക്കാണ് ഈ ബാത്റൂം വന്നത്. അയ്യോ, അതേ പൊളിച്ചു കളയണ്ടല്ലോ.
ആണല്ലേ? അവിടെ ഒരിക്കലും വരാൻ പാടില്ല. അത് ശരി. മേഡം ഒന്ന് വ്യക്തമായിട്ട് സാറിനോട് പറയണം. അത് ഒരിക്കലും പാടില്ല. കിട്ടുന്ന മറുപടി വളരെ വ്യക്തമായിട്ട് കിട്ടത്തുള്ളൂ. ശ്രദ്ധിച്ചോളൂ സാർ പറയാം. അവിടെ ബാത്റൂം ഒരിക്കലും വരാൻ പാടില്ല. അതുണ്ടെങ്കിൽ പൊളിച്ച് കളയുക തന്നെ വേണേ. അത് കാരണം വെറുതെ അന്ധവിശ്വാസം അടിച്ചേൽപ്പിക്കലല്ല, അനുഭവത്തിൽ നിന്നും കൂടെ ഉള്ള ഒരു 10-20 വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ചില കാര്യങ്ങൾ അങ്ങനെ തറപ്പിച്ച് പറയുന്നത്. അതുണ്ടെങ്കിൽ മാറ്റുക തന്നെ വേണം. മേഡം കേട്ടായിരുന്നോ? അപ്പൊ വേണ്ടത് ചെയ്തോളുക. ഓക്കെ, വിളിച്ചതിന് നന്ദി. എല്ലാ വ്യാഴാഴ്ചയും 12:30 മുതൽ 1:30 വരെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ AC-യിലുണ്ട്. വിളിക്കുക. ഓക്കെ. സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്നതും പലപ്പോഴും അറിഞ്ഞുകൂടാതെയാണ് അതിനകത്ത് വലിയ ലൈറ്റൊക്കെ തൂക്കും ഹാളിൽ. അപ്പോൾ അത് അലങ്കാര വസ്തുവായി നല്ല വലുപ്പമുള്ള ഷാൻലിയർ ലൈറ്റ് പിന്നെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്.